നമസ്കാരം. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോൾ കനത്ത നാശനഷ്ടങ്ങൾ ഇരുപക്ഷത്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അജേയമെന്ന് ലോകം വാഴ്ത്തപ്പെട്ട ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനം ഭേദിച്ചുകൊണ്ട് ഇറാനിയൻ മിസൈലുകൾ ഇസ്രായേൽ തലസ്ഥാനത്തും പ്രധാന പട്ടണങ്ങളിലും പതിച്ചതോടെ യുദ്ധത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് ഒട്ടും പ്രവചിക്കാനാകാത്ത തരത്തിലേക്ക് നീങ്ങുകയാണ്. ആകാശക്കോട്ട എന്ന് വിശേഷിക്കപ്പെട്ട അയൺ ഡോമിന്റെ ദൗർബല്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. മറ്റൊരു വിവരമനുസരിച്ച് തുടർച്ചയായ മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ആയുധ ശേഖരത്തെ ബാധിച്ചുവെന്നും ഇതേ രീതിയിൽ അധികനാൾ പ്രതിരോധം തീർക്കുവാൻ കഴിയില്ല എന്നും പറയപ്പെടുന്നുണ്ട്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രായേൽ തുടങ്ങിവെച്ച വ്യോമാക്രമണത്തിന് പിന്നാലെ സൈനിക സംഘർഷം ആരംഭിച്ചു. ഒന്നോ രണ്ടോ എന്നതിനു പകരം കൂട്ടത്തോടെ നൂറുകണക്കിന് മിസൈലുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി അയക്കുക എന്ന തന്ത്രമാണ് ഇറാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ മിസൈൽ വിക്ഷേപണങ്ങളുടെ മൂന്നിലൊന്നും തകർത്തുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇറാനിൽ നിന്നുള്ള മിസൈൽ വർഷം തുടരുകയാണ്. ഇറാന്റെ ഭൂരിപക്ഷം മിസൈലുകളും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിരോധിച്ചുവെങ്കിലും ചിലതെല്ലാം ഇസ്രായേലിൽ പതിക്കുകയും ചെയ്തു. തുടക്കത്തിൽ നൂറുകണക്കിന് ഡ്രോണുകളാണ് ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടിരുന്നതെങ്കിലും പിന്നീട് ബാലിസ്റ്റിക് മിസൈലുകൾ വന്നു തുടങ്ങി. അതിനു പിന്നാലെ ഹൈപ്പർസോണിക് ശബ്ദത്തെക്കാളും വേഗതയുള്ള ഇറാന്റെ ഹജ് കാസിം, ഫത്ത-1, സെജിൽ തുടങ്ങിയ മിസൈലുകൾ വന്നു തുടങ്ങിയതോടെ അയൺ ഡോമിന്റെ പ്രതിരോധത്തിൽ വിള്ളൽ വീണു തുടങ്ങി. അയൺ ഡോം എന്നത് ആരോ 2, ആരോ 3, ഡേവിഡ് സ്ലിംഗ് എന്നീ സംവിധാനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഓരോന്നിനും വ്യത്യസ്ത ദൂരപരിധിയിലുള്ള ആക്രമണങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുവാനാകും. ഇതിനോടൊപ്പം ഇസ്രായേലിനെ സഹായിക്കുവാനായി അമേരിക്ക നൽകിയ താഡ് എന്ന സംവിധാനവും പുറംകടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന US പടക്കപ്പലുകളിലെ പേട്രിയറ്റ്, SM-3, SM-6 എന്നീ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങളും ഇറാൻ ആക്രമണങ്ങളെ ഒരുമിച്ച് ചെറുക്കുന്നുണ്ട്. യുദ്ധാരംഭ വേളയിൽ ഇസ്രായേൽ ഇറാന്റെ വ്യോമ മേഖലയെ കീഴടക്കി സൈനിക തലവന്മാരുൾപ്പെടെയുള്ള പ്രമുഖരെയെല്ലാം വധിച്ചതോടെ യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിക്കും എന്നാണ് പൊതുവെ കരുതിയത്. എന്നാൽ ഇറാൻ പിന്നീട് നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ ഹൈഫ, ടെൽ അവീവ് എന്നിവിടങ്ങളിൽ കനത്ത നാശനഷ്ടം ഉണ്ടായതോടെയാണ് യുദ്ധഗതി പ്രവചിക്കുവാൻ സാധിക്കാത്ത തരത്തിലേക്ക് മാറിയത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഇറാൻ ബാലിസ്റ്റിക് ക്രൂസ് മിസൈൽ വികസിപ്പിച്ചെടുക്കുകയാണ്. ഇറാന്റെ പക്കൽ എത്ര മിസൈലുകൾ ഉണ്ട് എന്നത് ഇപ്പോഴും ലോകരാജ്യങ്ങൾക്ക് വ്യക്തമല്ല. യുദ്ധത്തിൽ ആദ്യമായി സെജിൽ മിസൈൽ ഇറാൻ പരീക്ഷിക്കപ്പെട്ടതോടെയാണ് ഇറാന്റെ പക്കൽ ഇനിയും ആയുധശേഖരമുണ്ടെന്ന കാര്യം വെളിപ്പെടുന്നത്. ഇറാനിൽ നിന്നും മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കപ്പെട്ട ഉടനെ തന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ സിസ്റ്റം അത് തിരിച്ചറിയുകയും ഇങ്ങോട്ടെത്തുന്നതിന് മുന്നേ തന്നെ അതിനെ തകർക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയും ചെയ്യും. എന്നാൽ അതിവേഗവും ഉയർന്ന സഞ്ചാരപാതയുമുള്ളതും റഡാറുകളെ കബളിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഉള്ളതുമായ മിസൈലുകളെ തടയുന്നതിലാണ് ഇസ്രായേലിന് പിഴവുകൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ കണക്കിൽ ദിവസം 50 മുതൽ 70 വരെ മിസൈലുകളാണ് ഇറാനിൽ നിന്നും വിക്ഷേപിക്കപ്പെടുന്നത്. അവയെ പ്രതിരോധിക്കുവാൻ 70 മുതൽ 85 മിസൈലുകൾ വരെ ഇസ്രായേലിന് വേണ്ടി വരികയാണ്. ഇതാണ് ഇസ്രായേലിൻ്റെ ആയുധശേഖരം തീർന്നു തുടങ്ങിയെന്ന വിശകലനത്തിന് അടിസ്ഥാനമായി പറയുന്നത്. 10 ദിവസത്തോളം അയൺ ഡോമിന് മിസൈൽ കൂട്ടങ്ങളെ ചെറുത്തു നിൽക്കുവാൻ സാധിക്കുമെന്നും അതിനുശേഷം വ്യോമ പ്രതിരോധം ദുർബലമാകുമെന്നും വിശകലനങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ അവസരത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നോ അമേരിക്കയുടെ സഹായത്തോടെയോ മാത്രമേ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുവാൻ ഇസ്രായേലിന് കഴിയൂ എന്നും മനസ്സിലാക്കാം. അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ട്രംപ് ഒരു സൂചനയും നൽകിയിട്ടില്ല. അതുമാത്രമല്ല, ഇറാന്റെ ഉറ്റ സുഹൃത്തുക്കളായ റഷ്യയും ചൈനയും നേരിട്ടിടപെടുന്നതിൽ നിന്ന് അമേരിക്ക പിന്മാറണമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. തങ്ങളുടെ നേർക്ക് വരുന്നതിനേക്കാൾ ഇരട്ടി മിസൈലുകൾ പ്രതിരോധത്തിനായി ഇസ്രായേൽ ചറപറ പ്രയോഗിക്കുകയാണ്. ഇസ്രായേലിലേക്ക് ഇറാന്റെ മിസൈലുകൾ വരുമ്പോൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രധാന പട്ടണ പ്രദേശങ്ങളിലേക്ക് വരുന്നവയെ തടയുന്നതിനാണ് ഇസ്രായേൽ മുൻഗണന നൽകുന്നത്. ഇതും ഇസ്രായേലിന് വെല്ലുവിളിയാണ്. ഇസ്രായേലി പൗരന്മാർക്ക് നേരെയുള്ള ഏത് ആക്രമണത്തെയും നേരിടുവാൻ തങ്ങൾ പൂർണ്ണ സജ്ജരാണ് എന്ന് അവർ പ്രഖ്യാപിക്കുന്നുമുണ്ട്. യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ ഇറാന്റെ കൈവശം എത്രത്തോളം മിസൈലുകൾ ഉണ്ട് എന്നതിനെ പറ്റിയുള്ള ധാരണ ഇസ്രായേലിനുണ്ടായിരുന്നു. ആ കണക്ക് പ്രകാരമാണ് ഇറാന്റെ മിസൈൽ ശേഖരത്തിന്റെ 1/3 തകർക്കുവാൻ കഴിഞ്ഞു എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച മാത്രം 400ഓളം മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത്. അവയിൽ 360 എണ്ണവും ഇസ്രായേൽ പ്രതിരോധ സംവിധാനം തകർത്തു. 40ഓളം എണ്ണമാണ് അയൺ ഡോമിൻ്റെ കണ്ണുവെട്ടിച്ച് ഇസ്രായേലിൽ പതിച്ചത്. ചിലത് ആൾപ്പാർപ്പില്ലാത്ത പ്രദേശങ്ങളിലും മറ്റു ചിലത് കടലിലും പതിച്ചു. ചില മിസൈലുകൾ തകർക്കാൻ ഒന്നിലധികം തവണ അതിലേക്ക് പ്രതിരോധ മിസൈലുകൾ തൊടുത്തുവിടേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഇതിനോടൊപ്പം ഒന്നിലധികം പോർമുനകളുള്ള മിസൈലുകളും ഇറാൻ പ്രയോഗിച്ചതായി ഇസ്രായേൽ വ്യക്തമാക്കി.
ഇത് ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിക്കുവാൻ സാധിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. മിസൈലുകൾ വരുമ്പോൾ ഒരു പോർമുനയ്ക്ക് പകരം പല പോർമുനകൾ ഉള്ളതിനാൽ അവയെ തിരിച്ചറിഞ്ഞു തകർക്കേണ്ടി വരുന്നതാണ് ഇസ്രായേൽ നേരിടുന്ന വെല്ലുവിളി. ഇറാന്റെ മിസൈലുകൾ വിക്ഷേപിക്കുന്ന സംവിധാനങ്ങളെ തിരഞ്ഞുപിടിച്ച് കണ്ടെത്തി നശിപ്പിക്കുക എന്നതാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്നത്. അതിലൂടെ ഇസ്രായേലിലേക്ക് വരുന്ന മിസൈലുകളുടെ എണ്ണം കുറയ്ക്കുവാൻ സാധിക്കുമെന്നതാണ് അവരുടെ കണക്കുകൂട്ടൽ. അപ്പോഴും തങ്ങൾ ശക്തമായ തിരിച്ചടി നൽകും എന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയുടെ പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടെ ഇറാന്റെ പക്കൽ ഇനിയും വിനാശകരമായ മിസൈലുകൾ ധാരാളം ഉള്ളതായി കണക്ക് കൂട്ടപ്പെടുകയാണ്. ഇറാന്റെ ഒരു മിസൈലിന്റെ ചിലവിനേക്കാൾ പല ഇരട്ടി ചിലവാണ് അതിനെ പ്രതിരോധിക്കാൻ ഇസ്രായേലിനും വേണ്ടിവരുന്നത്. ഇന്നത്തെ കാലത്ത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും ഇപ്പോൾ നടക്കുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലും അവരുടെ കണക്ക് കൂട്ടലുകൾ പിഴയ്ക്കുകയാണ്. അതിനോടൊപ്പം തന്നെ വൻ സാമ്പത്തിക നഷ്ടവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ അപ്ഡേറ്റ് വാർത്തകളുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.